ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നമ്മളന്നൊരു നനച്ചുള്ളിപ്പണീൻ്റെ ഒരു ഇതിലാണ്. നമ്മളങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അതാ രാവിലെയുള്ള പണികളൊക്കെ തീർക്കാണ് കേട്ടോ. രാവിലെ ചപ്പാത്തിയാണ്, അപ്പം അതിലേക്കുള്ള കറികളും ഒക്കെ ശരിയാക്കണം. കുറേ ദിവസമായി ഇപ്പോൾ ഇവിടെ എന്നും മീനായിട്ട് കിട്ടുന്നത് അയലയും മത്തിയൊക്കെയാണ്. അപ്പോൾ അയലയും മത്തിയും കൂട്ടി മടുത്തെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കൊണ്ടുവന്ന വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. മീനൊക്കെ മുറിച്ച് ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടാണ്, പൊരിക്കാനുള്ളത് മാറ്റി വെച്ചിട്ടാണ്. ഇന്നലത്തെ സാമ്പാർ കുറച്ച് ബാക്കിൻ്റെ രാത്രിയിൽ വെച്ചത്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്ത്, പിന്നെ 2 ചെറിയ വഴുതിനുണ്ടായിനി, അതും കറിയാക്കി. ചോറൊക്കെ അടുപ്പത്ത് വെച്ച് ഞാനത് എടുക്കാൻ മറന്നു പോയതാണ്, വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ പിന്നെ തിരുമ്പലാണ്. പിന്നെ തിരുമ്പാനുള്ള പണി തീർത്ത് വെച്ചിട്ടോ. കാരണം ഇനി അടുത്തുള്ള പണിക്ക് കൊണ്ട് കയറി കഴിഞ്ഞാൽ ഇതിൽക്കൊണ്ട് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ. ഇന്നലെ കുറച്ച് പണി തീർത്ത് വെച്ചതാണ്. കിടക്കുന്ന പായ ഇത് കഴുകി വെച്ച്, പിന്നെ ബെഡ്ഷീറ്റും ചെറിയ പുതപ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ തിരുമ്പി അതൊക്കെ ഞാൻ അപ്പുറത്തെ കൂടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഞാൻ ഇവിടെയാണ് ഫോണ് വെച്ചത്. ക്വാർട്ടേഴ്സിൻ്റെ മുകളിലാണ് ഡ്രസ്സൊക്കെ ആറിടൽ കേട്ടോ. ഞാൻ ഉള്ളിൽ കയറിയിട്ടുള്ള അവസ്ഥ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇപ്പോൾ മോനൊന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. സ്കൂളുകാർ പോയതാണ്, ഒക്കെ വാരി വലിച്ചിട്ട് പോയതാണ്. ഒരാൾ പോവാൻ നിൽക്കുകയാണ്. ആറാലയും കാര്യങ്ങളൊന്നും അധികമൊന്നും ഇല്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നതാണ്. പിന്നെ പാനുമലാണ് കുറച്ച് അധികം പൊടി ഇട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നല്ലൊന്ന് തട്ടിയെടുത്ത്. നല്ല പൊടിയുണ്ട് പാനുമൽ. അത് കയ്യെത്താത്ത ഭാഗമാണല്ലോ, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ അധികം പൊടി പിടിച്ചത്. മോളിൽ എടുത്തുകൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഞാൻ റൂമിൽ ടേബിൾ വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒരുക്കി വെക്കുകയാണ്. പായും പൊതുപ്പും ഒക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. ഈ റൂമിൽ മാറാതെ അതൊക്കെ ഉണ്ടാവുമല്ലോ. കട്ടി കുറഞ്ഞ് അടിച്ച് കയറിയതിന് ശേഷം ഞാൻ ഒന്നാകെ തുടച്ചെടുത്തോ. തുടക്കിയുടെ വീഡിയോ ഇടാത്ത എൻ്റെ കയ്യിൽ നിന്ന് വടി മുറിഞ്ഞു പോയി. ആ അലമാരിൻ്റെ ഉള്ളിൽ ഞാൻ ഈക്കിട്ട് തുടച്ചതേന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ വലിച്ചപ്പോൾ പൊട്ടിപ്പോയതാണ്. തിരുമണ കൂട്ടത്തിൽ രാവിലെ ഞാൻ ആ പാത്രങ്ങളുടെ സ്റ്റാൻഡ് ഒന്ന് കഴുകി വെച്ച്, പിന്നെ അത് പുറത്ത് വെച്ചില്ല. കുട്ടികളൊക്കെ പുറത്ത് ഓടി കളിക്കണ്ടേ. കുപ്പിയും പാത്രമൊന്നും കഴുകിയിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടില്ല, കാരണം 2 മണിയാവും വിചാരിച്ചിട്ട്. പാത്രത്തിലുണ്ടായ സാധനങ്ങളെ ഞാൻ കവർ കെട്ടി വെച്ചത് കേട്ടോ. അത് പാത്രങ്ങളൊക്കെ കഴുകാണ്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഈ പാത്രത്തിൻ്റെ മൂടി കഴുകാനാണ്. പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ മൂടിയാണ് കഴുകിയിരിക്കുന്നത്. പാത്രങ്ങളൊക്കെ ഞാൻ സാധനങ്ങളൊന്നും തീരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്നെടുത്ത് കഴുകണം. പക്ഷെ നമ്മൾ അടുപ്പത്ത് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ വേഗം വേഗം കരി പിടിക്കില്ല. അപ്പോൾ ഞാൻ ഈ മേശൻ്റെ മുകളിൽ എല്ലാം നിരത്തി വെച്ചിട്ടാണ്, പുറത്ത് കിടാൻ പോയില്ല. സ്കൂളുകാരൊക്കെ വരുമ്പോഴത്തേന് വേഗം ഞാൻ പാത്രമൊക്കെ മൂടിയിട്ട് വെക്കുക കേട്ടോ. മോൻ വന്നിട്ടൊക്കെ എടുത്ത് നോക്കണം. മൂപ്പര് കാണാത്ത സാധനങ്ങളൊക്കെ ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചെടുത്ത് വെക്കുകയാണ്. ആ മൂപ്പർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ മൂപ്പരെ ഞാനൊരു പണിക്കും കൂട്ടിയില്ല എന്നും പറഞ്ഞ സങ്കടം പറയുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ എത്തിച്ച മൂപ്പരെ പിന്നെ വല്ലാതെ തൊടാൻ പിടിക്കാനൊന്നും പോയില്ല. അടുക്കള നന്നാക്കുന്ന കൂട്ടത്തിൽ ഞാൻ അടുക്കളയിൽ വിറകൊക്കെ ഞാൻ പുറത്ത് വാരിക്കണം കേട്ടോ. അപ്പോൾ ഒക്കെ എടുത്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓനെ വിളിക്കുകയാണ്, ജിം വന്നതൊക്കെ വാരിയിട്ട് അന്നെ ഞാനൊരു പണിക്കും വിളിച്ചിട്ട് എന്നുള്ള പരാതി വേണ്ട, ഇപ്പോൾ ഒരു വാരിയിട്ട് തരികയാണ്. അപ്പോൾ അവനെ വീഡിയോയിൽ കാണിക്കണേ എനിക്ക് താല്പര്യമില്ല, കാരണം സ്കൂള് വിട്ട് വന്ന് കളിക്കാനൊക്കെ പോയി ഒന്നാകെ പൊടിയും ചളിയൊക്കെയാണ്. അപ്പോൾ കുളിച്ചിട്ടില്ല, പിന്നെ വീഡിയോ എടുക്കണ്ട, ഞാൻ വിറകിട്ടുന്നത് മാത്രം എടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.